ഹലോ. അപ്പൊ നമ്മളിനി ബാക്കി നമുക്കിതില് പറയാനുള്ളത് കുറച്ച് ഓപ്ഷൻസ് കൂടെയുണ്ട്. ബാക്കി ഈ സൈഡിലുള്ളതൊക്കെ നമുക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് പറയാം. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്കത് മിസ്മാച്ച് ആവും. ഓർമ്മയിലും നിൽക്കൂല. നമുക്ക് ഇതെന്താണെന്ന് പറഞ്ഞതിന് ശേഷം ഡയറക്റ്റ് നമുക്ക് ഒരു ലൈറ്റിങ്ങിലേക്ക് പോകാം. സോ ഇതില് ഫസ്റ്റത്തത് നമ്മൾ കാണുന്നത് ലൈറ്റുകളാണ്. പോയിന്റ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ്, റെക് റെക്ടാംഗിൾ ലൈറ്റ്, ഡിസ്ക് ലൈറ്റ്. വലിയ കാര്യങ്ങളൊന്നുമില്ല. പോയിന്റ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പോയിന്റിൽ അതിൻ്റെ ലൈറ്റ് ഉണ്ടാവും. നമ്മൾ സാധാരണ ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ലാമ്പിൻ്റെ ഒക്കെ ഉള്ളിൽ ലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തേത് സ്പോട്ട് ലൈറ്റ്. നമ്മൾ സാധാരണയുള്ള സ്പോട്ട്, നമുക്കൊരു സ്പോട്ട് എവിടെയെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതവിടെ കൊടുക്കുക, മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ട് അവിടെ വരും. അപ്പോൾ നിങ്ങൾ ഇതിനെ കുറച്ച് പുറകിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്പോട്ടായിട്ട് നമുക്ക് എവിടെയും കൊടുക്കാം. ഇതിന് പക്ഷേങ്കിൽ ഒരു ഓപ്ഷനും കൂടിയുണ്ട്. നമ്മൾ വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് IES ലൈറ്റ് ഒന്നും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ അതിന് IES ലൈറ്റ്സ് ഉണ്ട്. ഈ IES എഴുതിയതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പല തരത്തിലുള്ള IES ഇതിൽ നിന്ന് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിതിൻ്റെ ഇൻറ്റൻസിറ്റിയും, അതായത് വെളിച്ചം കൺട്രോൾ ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ കോണിൻ്റെ ആംഗിൾ കൺട്രോൾ ചെയ്യാം. അതേപോലെ തന്നെ ഇത് എത്ര റേഡിയസിൽ അതിന് പ്രകാശം വേണമെന്നുള്ളത് കൺട്രോൾ ചെയ്യാം. ലൈറ്റിൻ്റെ സോഴ്സ് റേഡിയസ്, അതായത് ആ സോഴ്സ് വരുന്ന സ്ഥലത്തിന് എത്ര സൈസ് വേണമെന്നുള്ളത് അതും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ടെമ്പറേച്ചറും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ഗ്ലാസ് പോലത്തെ എന്തെങ്കിലും മുന്നിൽ ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിഫ്ലക്ഷൻ അതിൽ കാണണ്ടെന്നുണ്ടെങ്കിൽ ഈ റിഫ്ലക്ഷൻ ഇവിടുന്ന് ഓഫ് ചെയ്യാൻ പറ്റും. സോ അതാണ് സ്പോട്ട് ലൈറ്റ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ഇതിനകത്തുള്ളത് സ്ട്രിപ്പ് ലൈറ്റ് ആണ്. സ്ട്രിപ്പ് ലൈറ്റ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുക കോവ് ലൈറ്റിംഗ് ഒക്കെ വരുന്ന സ്ഥലത്താണ്. അതായത് നമ്മളിപ്പം ഒരു ഷെൽഫിൻ്റെ അടിയിൽ നമുക്കൊരു കോവായിട്ടൊരു ലൈറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ലൈറ്റൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കൗണ്ടറിൻ്റെ അടിയിൽ നിന്നൊക്കെ നമുക്ക് ലൈറ്റ് വരും. അതിനാണ് നമ്മൾ ഈ സ്ട്രിപ്പ് ലൈറ്റ് എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുന്നത്. അടുത്തത് റെക്റ്റാങ്കുലർ ലൈറ്റാണ്. റെക്റ്റാങ്കിൾ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ ആയിട്ടുള്ള റെക്റ്റാങ്കിൾ ആയിട്ടുള്ള ഒരു ലൈറ്റ്, അത്രയേ ഉള്ളൂ. ഈ ലൈറ്റിനെ നമുക്ക് സെയിം എല്ലാം പാരാമീറ്റേഴ്സ് ഒക്കെ ഒന്ന് തന്നെയാണ്. പക്ഷേ നമുക്കിതിനെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ സൈസ് വൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ സൈസ് എക്സ് ആക്സിസിലേക്കും വൈ ആക്സിസിലേക്കും ചേഞ്ച് ചെയ്യാം. ബാക്കി പാരാമീറ്റേഴ്സ് ഒക്കെ സെയിം തന്നെയാണ്. ഇതിൻ്റെ അടിയിൽ ഡിസ്ക് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസ്ക് ലൈറ്റ് റെക്റ്റാങ്കിൾ ലൈറ്റും ഏകദേശം സെയിം ആണ്. ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് ആയിരിക്കും, റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ക്വയർ ഷേപ്പ് ആയിരിക്കും. കൺട്രോൾ പ്രസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ലൈറ്റിനെയും ഇതിനകത്ത് എന്തൊക്കെ ഒബ്ജക്റ്റ് ഉണ്ടോ അതൊക്കെ സെലക്ട് ചെയ്യാം. കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒബ്ജക്റ്റിനെയൊക്കെ ഡീസെലക്റ്റും ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് പോകും. ഓക്കെ, 1, 2, 3, 4 സെക്ഷനുണ്ട്. ഈ 4 സെക്ഷനിൽ യൂസുകളൊക്കെ സെയിം തന്നെയാണ്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പാത്ത് ഫോർ നേച്ചർ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പാത്തിൽ ചെടികൾ അറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കുറച്ച് ചെടികൾ അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ പാത്ത് ഫോർ നേച്ചർ സെലക്ട് ചെയ്യുന്നത്. ഇതിൽ സെലക്ട് ചെയ്ത ഉടനെ നിങ്ങൾക്ക് കാണാം റൈറ്റ് സൈഡിലൊരു പ്ലസ് ബട്ടൺ വന്നിട്ടുണ്ടാവും. ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ എസറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യേണ്ട ചെടി. ഇപ്പം എനിക്കിപ്പം ഇതിൻ്റെ അകത്തുനിന്ന് ഈ ഒരു ചെടിയും ഇതുമാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചോ. ഞാനത് 3 ഡൗൺലോഡ് ചെയ്തു, അത് സെലക്ട് ചെയ്തു, അടുത്തത് സെലക്ട് ചെയ്തു, മൂന്നാമത്തത് സെലക്ട് ചെയ്തു. ഞാൻ കാണാം ഇവിടെ ഈ 3 ചെടികൾ വന്നിട്ടുണ്ട്. ഞാനിനി എൻ്റെ ഫസ്റ്റ് പോയിന്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെക്കൻഡ് പോയിന്റ് ഇവിടത്തേക്ക് കൊടുത്തു, തേർഡ് പോയിന്റ് ഇവിടത്തേക്ക് കൊടുത്തു, ഫോർത്ത് പോയിന്റ് ഇവിടത്തേക്കും കൊടുത്തു. ഓക്കെ, എസ്കേപ്പ് കൊടുത്തു. ഇവിടെ ഡൺ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പാത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത്. ഞാനിതിൻ്റെ ലൈറ്റിംഗ് ചേഞ്ച് ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ പാത്തിൽ ആ ചെടികൾ പോയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേങ്കിൽ നമുക്ക് ആ ചെടികൾ ഇത്രയും പോരാ, അവിടെ കുറച്ചും കൂടി ഫില്ലായി നിൽക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഡെൻസിറ്റി നമ്മൾ കൂട്ടുകയാണ്. ഓക്കെ, ഇത്രയും ഡെൻസിറ്റി കൊടുത്തു. അതിന് നമുക്ക് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം കോപ്പി പേസ്റ്റായി നിൽക്കുകയാണ് ഈ സാധനം, അല്ലേ? അപ്പോൾ ഒന്നിൻ്റെ കോപ്പി. അപ്പോൾ അത് റിപ്പീറ്റേഷൻ ഉണ്ടാവും.
നിങ്ങൾക്ക് ഇത് റിപ്പീറ്റേഷൻ വേണ്ടെന്നുണ്ടെങ്കിൽ ഈ റൊട്ടേഷൻ എന്നുള്ളത് തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം റൊട്ടേറ്റ് ആവുന്നതാണ്. ഇത് നിങ്ങൾക്ക് റാൻഡമായിട്ട് റൊട്ടേറ്റ് ചെയ്യാം. അതായത് ഒന്ന് റൊട്ടേറ്റ് ആവണ്ട, ഒന്ന് ഇടത്തോട്ടാണെങ്കിൽ ഒന്ന് വലത്തോട്ടേക്ക് അങ്ങനെ ഒക്കെ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റാൻഡം റൊട്ടേഷൻ എടുത്ത് കഴിഞ്ഞാൽ റാൻഡമായിട്ട് പ്ലേസ് ചെയ്ത പോലെ ഉണ്ടാവും. ഇനി നമുക്കിങ്ങനെ റാൻഡമായിട്ട് ഓഫ്സെറ്റ് ചെയ്യാം. അതായത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ച് റാൻഡമായിട്ട് ഇങ്ങനെ ഓഫ്സെറ്റ് ആയിട്ട് നിൽക്കും. ഓക്കെ. ഇതിന് റാൻഡം സ്പേസിങ് ചെയ്യാം. കുറച്ച് മുന്നോട്ട് കുറച്ച് പുറകിലോട്ടൊക്കെ നീങ്ങി നിൽക്കുന്ന പോലെ അങ്ങനെ വേണ്ടിക്ക് അങ്ങനെ ചെയ്യാം. റാൻഡമായിട്ട് സ്കെയിൽ ചെയ്യാം. ഒരേപോലെ സ്കെയിൽ ചെയ്യാം. ഇതിപ്പോൾ ഒരേപോലെ നമ്മൾ സ്കെയിൽ ചെയ്തു. നമുക്ക് റാൻഡമായിട്ട് സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലത്തെ റാൻഡം സ്കെയിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ വലുതും കുറച്ചൊക്കെ ചെറുതും അങ്ങനെയായിരിക്കും. അതേപോലെ ഈ റാൻഡം സ്കെയിലിംഗ് നമ്മൾ ഉണ്ടല്ലോ. ഇനി അടുത്തത് റാൻഡം സീഡ്. സീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ നമ്മൾ ഒരു മിക്സ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ആക്കി വെക്കുന്നതിനെയാണ് റാൻഡം സീഡ് എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ചിങ്ങനെ ചെരിഞ്ഞിട്ടും മറിഞ്ഞിട്ടും ഇങ്ങനെ കിടക്കും. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മൾ പാത്ത് എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പാത്ത് വരച്ചിട്ട് ആ പാത്തിൽ നമ്മൾ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നതാണ്. ഇതേ സംഭവം തന്നെയാണ് നമ്മൾ ക്യാരക്ടറിനും വെഹിക്കിളിനും ആനിമലിനും വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് സ്കാറ്റർ ആണ് വരുന്നത്. ഇതില് ബ്രഷ് ഉണ്ട്, സ്കാറ്റർ ഉണ്ട്, പാത്ത് ഉണ്ട്. പാത്ത് നമ്മൾ കണ്ട പാത്ത് തന്നെയാണ്. ബ്രഷും സ്കാറ്ററും എന്താണെന്ന് പറഞ്ഞുതരാം. ബ്രഷിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ അസറ്റ് ഓപ്പൺ ആവും. ഇവിടെ ഞാൻ ഈ ഗ്രാസ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇതും സെലക്ട് ചെയ്യാം. ഇതും സെലക്ട് ചെയ്യാം. ഓക്കെ. ഇത് 3 സെലക്ട് ചെയ്തിട്ട് ഞാൻ ഈ ബ്രഷ് ഉപയോഗിച്ച് ഇപ്പോൾ ഒരു ബ്രഷ് ഇവിടെ ആക്റ്റീവ് ആയെന്ന് കാണാം. ആ ബ്രഷിന്റെ റേഡിയസ് നിങ്ങൾക്ക് ഇവിടുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡെൻസിറ്റി നിങ്ങൾക്ക് ഇടുന്നു. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എത്ര തിക്കിൽ ഗ്രാസ് അവിടെ വേണം എന്നുള്ളതാണ് ഡെൻസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഫുൾ ഡെൻസിറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിക്കിൽ ഗ്രാസ് വരും. അതിന്റെ സൈസ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. റാൻഡം സൈസ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പ്രിവ്യൂ ഇല്ല. നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. സോ 2, 3 വട്ടം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. റാൻഡം സൈസിൽ വെച്ചിട്ട് ഞാനിവിടെ വരക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം അവിടെ ആ ചെടികൾ ക്രിയേറ്റ് ആവുന്നുണ്ട്. കണ്ടോ? ആ ചെടികൾ അവിടെ ക്രിയേറ്റ് ആയി. ഇനി നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ചെടി മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് മൈനസ് ചെയ്തിട്ട് ഇതിനെ ഒഴിവാക്കാം. എനിക്കിപ്പോൾ ഗ്രാസ് മാത്രം മതിയെങ്കിൽ ഒരു പാത്ത് പോലെ ഗ്രാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഗ്രാസിന് മാത്രം നമുക്ക് വരച്ചിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. എൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ സ്റ്റക്ക് ആവുന്നത്. അല്ലെങ്കിൽ സ്പീഡിൽ വർക്ക് ചെയ്യുന്നതാണ്. സോ നമുക്ക് ഇതേപോലെ പാത്ത് വരച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഗ്രാസുകളൊക്കെ കൊടുക്കാൻ പറ്റും. അതാണ് നമ്മൾ ഈ ബ്രഷ് എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൾട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് റിമൂവ് ചെയ്യാനും പറ്റും. അതായത് നിങ്ങൾക്ക് ഈ ബ്രഷ് നിങ്ങൾ ചെയ്തത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു റെഡ് കളറിൽ വരും. അതാണ് നമ്മുടെ എറൈസർ. അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എറൈസ് ചെയ്തിട്ട് ആ ഒരു ഗ്രാസിനെയോ എന്താണ് വെച്ചത് അതിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് സ്കാറ്റർ നോക്കാം. സ്കാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ തന്നെ ഏതൊക്കെ പ്ലാന്റ് വേണോ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ റേഡിയസ്, ഡെൻസിറ്റി, സൈസ് സെയിം സംഭവം തന്നെ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാൻ ഈ ഒരു ഗ്രാസ് ആണ് സെലക്ട് ചെയ്യുന്നത്. ആ ഗ്രാസ് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഈ ഒറ്റ ഒരു കളർ ഫേസ് ആയിരിക്കണം. അത്രയേ ഉള്ളൂ. ഒബ്ജക്റ്റ് ഒറ്റ കളർ ആയിരിക്കണം. അതിലാണ് ഇത് സ്പ്രെഡ് ആവുള്ളൂ പോയിട്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ആ ഒരു പ്ലെയിനോ നിങ്ങൾ കൊടുക്കുന്ന ഏതാണോ സർഫേസ് അതിൽ ഈ ഗ്രാസ് ഫിൽ ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു ഫുൾ ഏരിയയിൽ ഒരു ഗ്രാസ് സെലക്ട് ചെയ്ത ഒരു ഏരിയയിൽ ഗ്രാസ് ഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കാറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പെയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഏരിയ ഫില്ലാവും. അതിനാണ് നമ്മൾ ഗ്രാസ് സ്കാറ്റർ ഉപയോഗിക്കുന്നത്. അടുത്തത് പാർട്ടിക്കിൾസ് ആണ്. പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് സിമുലേഷൻസ് ഉണ്ട്. ലൈക്ക് ഹോളോഗ്രാം, വാട്ടർ ഡ്രിപ്പിംഗ്, അതായത് നമ്മൾ വെള്ളച്ചാട്ടം, അല്ലെങ്കിൽ പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നത്, തീ കത്തുന്നത്. നിങ്ങളൊരു ക്യാമ്പ് ഫയറിൻ്റെ ഒക്കെ എൻവോയ്മെൻ്റ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വുഡിൻ്റെ ലോഗ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മേലെ ഈ ഫയർ ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിൽ കൊണ്ടുവച്ചാൽ മതി. ഇപ്പം ഇതേപോലെ ഈ ഫയർ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എവിടെയാണ് വേണ്ട അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നിന്ന് കത്തും. സാധനം നിന്ന് കത്തും. അപ്പോൾ ഈ കത്തുന്നതിൻ്റെ സൈസൊക്കെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല സ്പീഡിൽ കത്തണമെന്നുണ്ടെങ്കിൽ സൈസ് കൂട്ടി വെച്ചാൽ മതി. ചെറുങ്ങനെ മതി എന്നുണ്ടെങ്കിൽ കുറച്ച് വെച്ചാൽ മതി. അപ്പം അതേപോലെ ഒരുപാട്
സിമുലേഷൻസ് ലൈക്ക് പാർട്ടിക്കിൾസ് ഇവിടെ അവൈലബിൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിൽ കുറേയൊക്കെ പ്രോ ഉണ്ട്, കുറേയൊക്കെ ഫ്രീ ഉണ്ട്. ഫ്രീ ഉള്ളതൊക്കെ ഉപയോഗിക്കാം. പ്രോന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് സ്കാറ്റർ എന്താണെന്ന് നോക്കാം. സ്കാറ്ററും പഴയ സ്കാറ്ററും ഒന്ന് തന്നെയാണ്. പക്ഷെങ്കിൽ ഇത് ഒരു പ്രീസെറ്റ് നിങ്ങൾക്ക് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ഓരോ ഓരോ ചെടികളായിട്ട് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രീസെറ്റിൻ്റെ അകത്തുനിന്ന് എടുക്കാൻ പറ്റും. ഇത് ഒന്ന് മാത്രമല്ല, ഇതിപ്പം ലോണാണ്, അതായത് ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന ലോണിന് വേണ്ടിയിട്ടുള്ളതാണ്. അടുത്തത് ഗ്രൗണ്ട് കവർ ഉണ്ട്, അതായത് നിങ്ങളെ പിന്നെ ഗാർഡനുകളോ അല്ലെങ്കിൽ ഒരു ബാക്ക് യാർഡിൽ കുറച്ച് പൂന്തോട്ടം കാണിക്കണമെങ്കിലൊക്കെ അങ്ങനെ കുറച്ച് പ്രീസെറ്റുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതേപോലെ ഫോറസ്റ്റ് ലാൻഡ്സ്കേപ്പ് ഉണ്ട്, അതായത് സിഗ്സാഗ് ആയിട്ടുള്ള ഒരു മലകളെ പോലെ നിങ്ങളൊരു മോഡൽ 3D Max കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ കാർഡുകൾ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പ്രീസെറ്റുകളുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് കൊടുത്താൽ മതി. വാട്ടർ ഫ്രണ്ടേജ് ഉണ്ട്, അതായത് നമ്മളെ കണ്ടൽ കാടുകളൊക്കെ ആയിട്ട് വെള്ളമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിക്കൽ അതുണ്ട്. പിന്നെ അർബൻ ലാൻഡ്സ്കേപ്പ്, നമ്മുടെ വീട് ഫ്ലാറ്റുകളുടെ ഒക്കെ കമ്മ്യൂണിറ്റി ഏരിയയിൽ പാത്ത് വേ ഒക്കെ ചെയ്യുന്നില്ലേ, അതിന് വേണ്ടിയിട്ട് അങ്ങനത്തെ ലാൻഡ്സ്കേപ്പുകളുണ്ട്. ക്രോപ്സ് ഉണ്ട്, അതായത് വയലുകളുണ്ട്. നിങ്ങളൊരു വലിയ ലാൻഡ്സ്കേപ്പ് ഒക്കെ കാണിക്കുന്ന ബാക്ക് സൈഡ് വയലുകളാണെങ്കിൽ ഇത് ജസ്റ്റ് നമുക്ക് ഒരു പ്ലെയിൻ ഇട്ടിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്തേക്ക് പോകും. ഇപ്പോൾ ഫ്രീ എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ കാണുന്നത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ പേരാണ്. നമുക്ക് വേറെ ഏതെങ്കിലും പ്രൊജക്റ്റിൽ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. എനിക്ക് പ്രോ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. ഇത് സൈറ്റാണ്. സൈറ്റിൽ ടെറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ കണ്ടതാണ്. അസറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ടെറൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ. ആ ഓപ്ഷനിൽ നമുക്ക് ഒരുപാട് മലകൾ യൂസ് ചെയ്യാൻ പറ്റും, മൗണ്ടൻസ് ഉപയോഗിക്കാൻ പറ്റും, ഒരുപാട് തരത്തിലുള്ള റോക്സ്, ക്ലിഫുകൾ, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിന് ഉപയോഗിക്കുന്നതാണ് ടെറൈൻ. ഓൾറെഡി എപ്പോഴും ഡിഫോൾട്ടായിട്ട് ഒരു ടെറൈനിവിടെ ആക്റ്റീവ് ആയിരിക്കും. അതിനുശേഷം ഓഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വലിയ കടൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഷ്യൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് കടലിലേക്ക് മാറും. ശരിക്കും ഈ സാധനം യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ ക്ലിഫിന്റെ മേലെയുള്ള ഒരു റിസോർട്ടൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഇതിന്റെ മേലെ ടെറൈൻ വെച്ചിട്ട് ചെയ്തെടുത്ത് പോയാൽ മതി. അതിനൊക്കെയാണ് ഈ ഓഷ്യൻ എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുന്നത്. അടുത്തത് സിറ്റി നമുക്ക് മാപ്പിന്റെ അകത്തുനിന്ന് ഏതെങ്കിലും ഒരു സിറ്റി സെലക്ട് ചെയ്തിട്ട് ആ സിറ്റിയിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഈ ബിൽഡിംഗ് വെച്ച് കാണിക്കണം എന്നുണ്ടെങ്കിലൊക്കെ അതിൽ വെച്ച് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് പ്രോ വേർഷനിലും നെറ്റ്വർക്ക് വേർഷനിലും മാത്രമേ ചിലപ്പോൾ വർക്ക് ചെയ്യുള്ളൂ. നെക്സ്റ്റ് ഇതിൻ്റെ ഉള്ളിലുള്ളത് CCM ആണ്. CCM എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം മാപ്പ് സിറ്റി പോലെ തന്നെയാണ്. നമുക്കൊരു മാപ്പിൽ പർട്ടിക്കുലർ ഏരിയ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മാപ്പ് കംപ്ലീറ്റ് നമുക്ക് 2D ആയിരിക്കുമല്ലോ, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് 3Dയിലേക്ക് മാറും. എന്നിട്ട് നമുക്ക് എവിടെയാണോ നമ്മളെ ബിൽഡിംഗ് വെക്കേണ്ടത് അവിടെ വെച്ചിട്ട് നമുക്ക് ഈ ബിൽഡിംഗ് കാണിക്കാൻ പറ്റും. പക്ഷേ ഇത് പ്രോ ലൈസൻസിനും ആക്റ്റീവ് അല്ല, കാരണം ഇത് നെറ്റ്വർക്ക് ലൈസൻസ് വരുന്ന ആൾക്കാർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. രണ്ടാമത്തെ കാര്യം, നമ്മുടെ നാട്ടിലത്തെ മാപ്പൊന്നും ഇതിൽ വർക്ക് ചെയ്യുന്നില്ല. ഇത് US പോലെയുള്ള സ്ഥലത്ത് മാത്രമേ ഈ സാധനം വർക്ക് ചെയ്തുള്ളൂ. സോ അതാണ് CCM എന്ന് പറഞ്ഞ ഓപ്ഷൻ. നെക്സ്റ്റ് നിങ്ങൾ ഈ കാണുന്ന 3 ഓപ്ഷൻസ് എന്ന് പറയുന്നത് ക്യാമറയുടെ പ്രോപ്പർട്ടികളാണ്. രണ്ടാമത്തെ ഡിസ്പ്ലേ വിസിബിലിറ്റിയാണ്, അതായത് നിങ്ങൾക്ക് ലൈറ്റൊക്കെ വേണ്ടെങ്കിൽ ഓഫ് ചെയ്ത് ഹൈഡ് ചെയ്ത് വെക്കാം, പാർട്ടിക്കിൾസ് ഹൈഡ് ചെയ്ത് വെക്കാം, പാത്തുകൾ ഹൈഡ് ചെയ്ത് വെക്കാം, ക്യാമറ ഹൈഡ് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ ഗ്രിഡ് വേണ്ടെന്നുണ്ടെങ്കിൽ ഗ്രിഡും ഹൈഡ് ചെയ്യാം. പിന്നെ ഇത് മോഡുകളാണ്, അതായത് ഇത് റിയലിസ്റ്റിക് മോഡ്, ഇത് വയർ ഫ്രെയിം മോഡ്, ഇത് ആംബിയന്റ് ഒക്ലൂഷൻ മോഡ്, ഇത് ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സീനിൽ ഏതിലെങ്കിലും ആനിമേഷനുള്ള ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താൽക്കാലമായിട്ട് അതിനെ ഓഫ് ചെയ്ത് വെക്കാം. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റാറ്റിക് ആയിട്ട് ഇങ്ങനെ നിൽക്കും. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൈനാമിക്കിലേക്ക് മാറും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. റിയൽ ടൈം ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കാണുന്നത് റിയൽ ടൈം ക്വാളിറ്റിയാണ്. ഓക്കെ, ഇതിപ്പോൾ റിയൽ ടൈം ക്വാളിറ്റിയുള്ളത്. ഇത് നിങ്ങൾക്ക് പിന്നെ സ്മൂത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതിൻ്റെ ഷെയ്ഡിങ്ങും ഷാഡോസും ഒക്കെ മാറും. ജസ്റ്റ് സ്പീഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഫൈനൽ ഔട്ട്പുട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിസൈസിലേക്ക് തന്നെ കൊടുക്കണം. അടുത്തത് ക്യാമറ മൂവ്മെൻ്റ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇതിനെ ഏത് രീതിയിൽ വേണ്ടിക്കണം നമ്മൾ സാധാരണ 3D സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് റൊട്ടേറ്റ് ചെയ്യുന്ന റൊട്ടേറ്റ് ചെയ്യാം. പിന്നെ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു നടക്കുന്ന മോഡിലേക്ക് മാറും. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഒരാളുടെ ഹൈറ്റ് നമുക്കിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 1.65 മീറ്ററിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. 1.5 മീറ്റർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറ കുറച്ചും കൂടി താഴും. പിന്നെ നിങ്ങൾ W പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നടന്നു പോകാം. എന്തെങ്കിലും വോളുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ തട്ടി നിൽക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വാക്ക് ചെയ്തെന്നുള്ളൊരു മോഡിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഫ്രീയിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2 ഉണ്ടെങ്കിൽ
നിങ്ങൾ ഡബ്ല്യു ഞെക്ക് അമർത്തുന്ന സമയത്ത് ഇത് മെല്ലനെയാണ് പോകുന്നത്. സ്പീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആയിട്ട് പോകും. ഓക്കെ. അതാണ് ഇതിൻ്റെ വ്യത്യാസം. ഞാൻ സാധാരണ 3 കൊടുക്കലുള്ളൂ. നമുക്ക് മെല്ലനെ പോയാൽ മതി. പിന്നെ ഇതിൻ്റെ ക്യാമറ റൊട്ടേറ്റ് ചെയ്യാനുള്ളതാവും. പിന്നെ ഇത് മൗസിൻ്റെ സ്പീഡാണ്. മൗസ് എങ്ങനെ മൂവ് ചെയ്യണമെന്നുള്ളതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് ട്യൂട്ടോറിയൽ പോകുന്നതിനനുസരിച്ച് കവർ ചെയ്യാം. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും വരുമ്പോഴാണ് നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ ഇതിൻ്റെ റെൻഡറിങ്ങിൻ്റെ സമയത്ത് തന്നെ പറഞ്ഞു പോകാം. ഇത്രയും കാര്യങ്ങൾ ബേസിക് ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇത് ആദ്യം പറഞ്ഞു തന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം. ബൈ.